ഹലോ. ഞാൻ ഈ ലൈവ് വന്നത് എന്താ പറയുക, ഇത്ര അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം കൊണ്ടു നടക്കുന്ന EVM വീൽസ് എന്ന് പറയുന്ന റെൻ്റൽ കാർ സർവീസ്, അത് കളമശ്ശേരിയിലുള്ള EVM വീൽസ് റെൻ്റൽ കാർ സർവീസ് നടത്തുന്ന അവിടുത്തെ ഓണർ മുതൽ മാനേജർ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരും അറിയാനും മറ്റ് പബ്ലിക് അറിയാനും കൂടാണ്. ഇത്രയും നാളാണ് ഞാൻ ക്ഷമിച്ചിരുന്നു. ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഒരു തരത്തിലുള്ള റെസ്പോൺസും വണ്ടി തിരിച്ചേൽപ്പിച്ചതിന് ശേഷമുള്ള ഫോളോ അപ്പ് ആക്ഷനോ അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ റിക്വസ്റ്റുകൾക്ക് റിപ്ലൈയോ ഒന്നും തരാതെ മനുഷ്യനെ ഇട്ട് ഊഷിയാക്കുന്ന സ്വഭാവം കാണിച്ചതുകൊണ്ട് ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷെ ഇനി പറ്റില്ല. ഇത്രയും വൃത്തികെട്ട ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ഇത്രയും അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോർ, കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം അറ്റ്ലീസ്റ്റ് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യം ഒരു ഇതിൻ്റെ വിഷയം പറയാം. ഓക്കെ, ഞാനിവിടെ കാനഡയിൽ നിന്ന് നാട്ടിൽ വെക്കേഷന് പോകാൻ നേരം എനിക്ക് അവിടെ ജോലി സംബന്ധമായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് ഒരു റെൻ്റൽ കാറ് വേണം എന്നുള്ള ഒരു പ്ലാൻ ഇട്ടിട്ട് എൻ്റെ വീട്ടിൽ, ഫോർ എക്സാമ്പിൾ എൻ്റെ ചേട്ടനുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ പരിചയത്തിലുള്ളൊരു ഷോപ്പുണ്ട്, അപ്പോൾ അവരോട് കുറച്ച് മയത്തിലൊക്കെ ഡീൽ ചെയ്യണം, കാരണം പരിചയത്തിൻ്റെ പുറത്താണ് ഇപ്പം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ പണ്ട് മുതലേ, അന്നും അതെ ഇന്നും അതെ, പരിചയത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സഹായമോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പോ പൈസ കൊടുത്ത് ചെയ്യിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ പരിചയത്തിൻ്റെ പുറത്ത് ഇഷ്ടമല്ല. അത് അന്നും അതെ ഇന്നും അതെ. ഏതായാലും ഞാൻ പഠിച്ചു, ഇനി ഈ ജാതി ആൾക്കാരുടെ അടുത്ത് ഞാൻ പോവില്ല. അതിന്റെ കാരണം, ഇതിന്റെ പ്രൊഫഷണലായിട്ട് മാത്രം ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയി ഡീൽ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ടും എത്തിക്കലായിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ നടന്നേനെ. ഇത് ഒരു തരത്തിലും പ്രൊഫഷണൽ അല്ലാതെയാണ് അവരെ നമ്മളോട് ആദ്യം മുതൽ തന്നെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിവിടെ നിന്ന് വെക്കേഷന് പോകാൻ നേരം ഇവരുടെ സെയിൽസ് ടീമിലുള്ള ഒരാളോട് കോൺടാക്ട് ചെയ്തു, മെസ്സേജ് അയച്ച് പറഞ്ഞു എനിക്ക് ഇന്ന ഓപ്ഷൻസ് വേണം. അതായത് ഒന്നെങ്കിൽ ഫോക്സ് വാഗണിൻ്റെ പോളോ അല്ലെങ്കിൽ നിസാൻ്റെ ഒരു മൈക്ര എന്ന് പറയുന്ന വണ്ടി, ഇതിലേതെങ്കിലും ഒന്ന് എനിക്ക് കിട്ടണം. അപ്പോൾ സേഫ്റ്റി, സ്റ്റെബിലിറ്റി, മറ്റു കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴത്തേക്കും പോളോ തന്നെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്നെനിക്ക് തോന്നിയിട്ട് ഞാൻ എന്നാൽ പോളോ ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ വാട്സാപ്പിൽ ഈ ടീമും അംഗത്തിന് മെസ്സേജ് അയച്ചു. ഈ മനുഷ്യൻ ആ മെസ്സേജ്, ഞാൻ നാട്ടിലെത്തി ഏപ്രിലിൽ ഈസ്റ്റർ 2 ദിവസം മുമ്പ് അങ്ങനെ ഞാൻ നാട്ടിലെത്തി, കണ്ടിട്ട് പോലുമില്ല. നാട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞാൻ ഈ വിവരം അന്വേഷിച്ച് എൻ്റെ വണ്ടി എന്തായി ബുക്കിംഗ് ഉള്ളത്, കാരണം നാട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൺ മൈ ബിഹാഫ് എൻ്റെ ചേട്ടനോട് ഞാൻ പറഞ്ഞു പ്ലീസ് ഡീൽ വിത്ത് വാട്ട് എവർ പേയ്മെൻറ്റ്സ് എന്താണ് വേണ്ടത് അത് ചെയ്യാം, അത് ഞാനിവിടെ ഒന്ന് പൈസ അയച്ചു തരാം. ഓക്കെ, അവസാനം ചെന്നപ്പോൾ ഞാൻ നാട്ടിൽ ചെന്നിട്ട് വണ്ടി എടുക്കാനുള്ള സമയമായപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി അവർ വിളിച്ചപ്പോൾ പറയാം വണ്ടിയൊന്നും അവൈലബിൾ അല്ല. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അല്ല, ബുക്കിംഗ് ആയിട്ടില്ല. നമ്മുടെ ബുക്കിംഗ് ആവാതെ ഞാനത് കൺഫേം ചെയ്ത് നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് ടീം അംഗം എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്ത ആളുടെ അടുത്ത് ഞാനത് പറഞ്ഞതാണ്. അപ്പോൾ ബുക്കിംഗ് ആയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. എന്നിട്ട് ആ മെസ്സേജ് മഹാൻ കാണുന്നത് തന്നെ ഞാൻ നാട്ടിലെത്തിയതിന് ശേഷമാണ്. അപ്പോൾ ഒബ്വിയസ്ലി അത് സീസണാണ്, ഈസ്റ്റർ, വിഷു അങ്ങനെയുള്ള വെക്കേഷനിലെല്ലാം വരുന്നതിന് സീസണുണ്ട്, വണ്ടി കിട്ടാൻ പാടാം. അപ്പോൾ അതങ്ങനെ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് എനിക്ക് അവരൊരു ഓപ്ഷൻ നോക്കി, ഒരു കിക്സ് എന്ന് പറയുന്ന വണ്ടിയുണ്ട്, കിക്സ് തരാം. അതൊരു SUV അല്ല, SUV ക്രോസ് ഓവർ ആണ്. അപ്പോൾ അവർ കിക്സ് തരാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കിക്സ് എടുത്തു. റെൻ്റൽ കാറാണ്. കിക്സ് എടുത്ത് വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട് ഒരാഴ്ച കൂടുതൽ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ഫുഡ് ബ്രേക്ക് വളരെ പൂറാണ്. ഹൈവേയിലൊന്നും നമുക്ക് ഓടിക്കാൻ പറ്റില്ല സേഫായിട്ട്. ഇവിടെ ചവിട്ടി അപ്പുറത്തരിയും കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം. ഒരു ദിവസം പെട്രോൾ അടിക്കാൻ കയറിയപ്പം ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഇറങ്ങാനത്തേക്ക് വണ്ടി അതിൻ്റെ ഇഷ്ടപ്രകാരം നീങ്ങി പോയി. സോ ദാറ്റ് മീൻസ് ഹാൻഡ് ബ്രേക്കും ഇല്ല. ഇത്രയും അൺസേഫ് ആയിട്ടുള്ള വണ്ടിയും വെച്ച് ഞാനും എൻ്റെ കുടുംബവും യാത്ര ചെയ്യുന്നത് സേഫ് അല്ല എന്ന് തോന്നിയുകൊണ്ട് ഞാനത്
തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. തിരിച്ചു കൊടുത്തിട്ട് വേറെ കൊള്ളാവുന്നൊരു വണ്ടി ഫോക്സ് വാഗൻ്റെ തന്നെ അല്ലെങ്കിൽ സ്കോഡയുടെ അല്ലെങ്കിൽ വെൻഡോ ആണെന്ന് തോന്നുന്നു രണ്ടാമതെടുത്തത്. വെൻഡോ ആണ് എടുത്തത്. അത് എടുക്കാൻ തീരുമാനമായി. അപ്പം കൊണ്ടുകൊടുത്തു. വെൻഡോ ഉപയോഗിച്ചു തുടങ്ങി. വെൻഡോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ആക്സിഡൻറ്റ്, അതായത് ഒരു സ്ഥലത്ത് കൊണ്ട് ഒരയുകയും അതവർ ഫിക്സ് ചെയ്ത് തരികയും അതൊക്കെ നല്ല കാര്യം ഒക്കെ ചെയ്തു. രണ്ടാമത് ഞങ്ങളിങ്ങനെ ഫാമിലിയായിട്ട് ട്രിവാൻഡ്രത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലോറിക്കാരൻ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഡീസൽ ടാങ്കിൻ്റെ സൈഡ് കൊണ്ടുവന്ന് ഇടിക്കുകയും അതിന് ഞാൻ GD റിപ്പോർട്ട് കേരള ട്രാഫിക് പോലീസിൻ്റെ അകത്ത് ഞാൻ ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. കാരണം എനിക്ക് ഇൻഷുറൻസ് ഉള്ളതാണ് നാട്ടിലതിന്. അപ്പം മറ്റ് ഗുരുമാരെല്ലാം അങ്ങനെ പൊക്കോളും. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൊച്ചിൻ്റെ ബാപ്റ്റിസത്തിൻ്റെ ദിവസമാണോ ആ ദിവസങ്ങൾ എപ്പോഴോ ഒരു ദിവസം എൻ്റെ കൊച്ചിനെ, അതായത് 4-5 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ഞാനീ പറയണേ, ആ കുഞ്ഞിൻ്റെ തലയിലോട്ട് ഈ കാറിൻ്റെ ഈ ബാക്കിലൊക്കെ നാട്ടിൽ ഓരോ സ്വിച്ചുകൾ ഉണ്ടാവില്ലേ ഈ ലൈറ്റുകൾക്കൊക്കെ കാറിന്, അതുപോലെ ബാക്ക് സീറ്റിൽ ഉണ്ടായിരുന്ന ലൈറ്റിൻ്റെ സ്വിച്ച് പൊട്ടി അവൻ്റെ തലയിലോട്ട് വീണ. ഒന്ന് ആലോചിച്ച് നോക്ക്. പൊടിക്കൊച്ച് തല ഉറച്ചിട്ടില്ല, സ്കെൽട്ടൺ അതിൻ്റെ അസ്ഥികൂടം ഇനി തലയൊട്ടി അത് കവർ ചെയ്യാനുണ്ട്. എന്നിരിക്കെ അവൻ്റെ തലയിലോട്ട് വീണു. ഇത് ഞാൻ ആരോടാ പരാതി പറയണ്ടേ? അവന് വല്ലതും പറ്റിയാലോ? ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവർ പറയാ വണ്ടിയൊക്കെ കണ്ടീഷനാക്കിയാണല്ലോ തന്നത്. ഞാൻ പറഞ്ഞ കണ്ടീഷനാക്കിയിട്ട് ഈ കണ്ടീഷനാണോ? നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഫുൾ സേഫായിട്ടും സെക്യൂർ ആയിട്ടും ഉള്ളൊരു വണ്ടി വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വണ്ടിക്ക് അകത്തുള്ള മെയിൻ്റനൻസ് അതിന് ബാധകമല്ല എന്നില്ല. വണ്ടിക്ക് അകത്തുള്ള കാര്യങ്ങൾ നിങ്ങളത് മെയിൻ്റനൻസ് നടത്തി തരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള കുലുക്കവും ഇല്ല. അതും പോരാഞ്ഞിട്ട് കഴിഞ്ഞ ഡിസംബറിൽ എക്സ്പയർ ആയ പൊല്യൂഷൻ ടെസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് അതും വെച്ചിട്ട് ആണ് ഈ 3-4 മാസം ആ വണ്ടി റെന്റൽ കാറായിട്ട് ഉപയോഗിച്ചത്. ഏതൊക്കെയോ ആൾക്കാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനാണ് ആ കാറ്, ഡീസൽ ആയ വണ്ടിക്ക് പൊല്യൂഷൻ ടെസ്റ്റ് എല്ലായിടത്തൊന്നും ഇല്ല കേരളത്തില്, സെലക്ട് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സ്ഥലം അന്വേഷിച്ചു പോയി ഞാനാണ് എൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കി ഈ ട്രാഫിക്കിൻ്റെ ഇടയിലെല്ലാം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് പൊല്യൂഷൻ ടെസ്റ്റ് എടുത്തത് എപ്പോഴാ? മേയില് ആ വണ്ടിക്ക്. എന്നിട്ട് ഞാനാണ് അത് ചെയ്ത് കൊടുത്തത്. ഇതും പോരാഞ്ഞിട്ട് ഞാൻ നോക്കുമ്പം അപ്പോൾസ്ട്രി, ബാക്കിലത്തെ ലെഫ്റ്റ് സൈഡിലുള്ള അപ്പോൾസ്ട്രി, മേളിലുള്ള അപ്പോൾസ്ട്രി ഇളകിയിരിക്കുന്ന വണ്ടിയാണത്. അതും പോരാഞ്ഞിട്ട് ഡോറിന്റെ, നമ്മുടെ സൈഡിൽ ഡോറിന് ഒരു റബ്ബറില്ലേ, ഇങ്ങനെ നമ്മൾ ഡോർ ഇങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു റബ്ബർ വെച്ചിട്ടുണ്ടാവല്ലോ, ആ റബ്ബർ ഇളകി വെളിയിലിരിക്കുകയാണ് ഒരു ഡോറിന്റെ സൈഡ്. ഇതും പോരാഞ്ഞിട്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് ആണെന്ന് തോന്നുന്നു, ബ്രേക്ക് ലൈറ്റില് റൈറ്റ് സൈഡിലുള്ള ബ്രേക്ക് ലൈറ്റ് വർക്ക് ചെയ്യില്ല. അതെനിക്ക് മനസ്സിലായത് എപ്പോഴോ ആണ്, വണ്ടി 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ്. എൻ്റെ വൈഫ് വളരെ അൺഎക്സ്പെക്റ്റഡ്, കാരണം അങ്ങനെ അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് കാണാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആരെങ്കിലും അത് നോട്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്. കിക്സിൽ ഇതുപോലെ കൊച്ചിന്റെ കാർ സീറ്റ് അറ്റാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്താൽ ആ കാർ സീറ്റിന് ബെൽറ്റ് ഇടാൻ പറ്റില്ല. തലങ്ങും വിലങ്ങും തിരിച്ചും മറിച്ചൊക്കെ നോക്കിയിട്ടും ബെൽറ്റ് ഇടാൻ പറ്റൂല. അങ്ങനെയാണ് ഈ വെൻഡോയിലേക്ക് മാറുന്നത്. അങ്ങനെ അവസാനം ഇതിനുള്ള പൈസ, അത് തുടക്കത്തിൽ തന്നെ 2 തവണ എൻ്റെ $955 കനേഡിയൻ ട്രാൻസാക്ഷനായി. അത് പിന്നെ അവർ തിരിച്ചു തന്നു. എന്നിട്ട് ഈ പറഞ്ഞ രണ്ടാമത്തെ കേസ്, അതായത് ഈ ആക്സിഡന്റ് വന്ന് ലോറി ഇടിച്ച് വണ്ടിയിൽ സ്ക്രാച്ച് വീണ പരിപാടി എല്ലാം നടന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ചോദിച്ചു. അപ്പൊ എനിക്ക് ഒരാഴ്ചയോടെ നാട്ടിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരാഴ്ചയുടെ വണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ എത്രയാവും? അവർ കണക്ക് കൂട്ടിയിട്ട് എൻ്റെ അടുത്ത് പറയാ ഞാൻ അങ്ങോട്ട് കാശ് കൊടുക്കണമെന്ന്. അതായത് ഓൾറെഡി 55,000 രൂപ ഞാൻ അവർക്ക് കൊടുത്ത് കഴിഞ്ഞു. ഈ അവരുടെ കണക്ക് പ്രകാരമാണെങ്കിൽ എനിക്കൊരു 6,000 രൂപയോ 3,000 ഒരു 6,000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് കിട്ടണം. ആ നിലയ്ക്കാണ് ഞാൻ അവർക്ക് അങ്ങോട്ട് കാശ് കൊടുക്കേണ്ടത് പറയുന്നത്. അത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അപ്പോഴേ പറഞ്ഞ് വണ്ടി ഞാൻ എന്ത് ചെയ്തു, 28 ഏപ്രിൽ
അതിന് തിരിച്ചു കൊടുക്കേണ്ട വണ്ടി ഞാൻ 27 ഏപ്രിൽ എന്നെ കൊണ്ട് കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്തു. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ 2-3 ഇമെയിൽ അയച്ചു, ഫോളോ അപ്പ് നടത്തി, കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ വോയിസ് നോട്ട് വരെ അയച്ചു ഇതിൻ്റെ മാനേജർക്ക്. ഒരു റെസ്പോൺസും ഇല്ല. അതായത് വണ്ടി തരാൻ നേരം ആശാപൂഷാന്നാണ്. വണ്ടി റിട്ടേൺ ചെയ്തപ്പോൾ ഇത് എത്രയോ പ്രശ്നങ്ങളുണ്ടായിട്ട് ഒരിക്കൽ പോലും നമ്മൾക്ക് അതിനുള്ള റെസ്പോൺസ് തന്നിട്ടില്ല. എനിക്ക് റീഫണ്ട് ഉണ്ടോ, ഫോളോ അപ്പ് ആക്ഷൻ എന്താണ്, ഞാൻ അങ്ങോട്ടെന്തെങ്കിലും കാശ് കൊടുക്കാനുണ്ടോ, ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തതിന്റെ ഫോളോ അപ്പ് എന്താണ്, പോലീസ് റെക്കോർഡ്സിൽ എനിക്ക് നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, ആകെയുള്ളത് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആണ് നാട്ടിലുള്ളത്. അതിന് ഇനി എന്തെങ്കിലും ഡോക്യുമെന്റ്സിന്റെ ആവശ്യമുണ്ടോ, ഒരു ഫോളോ അപ്പും ഇല്ല. അതായത് ഞാൻ വണ്ടി റിട്ടേൺ ചെയ്തിട്ടുണ്ട്, എന്റെ കൊച്ചിന്റെ തലയിലോട്ട് ലൈറ്റിന്റെ സ്വിച്ച് ഇളകി വീണതും, അപ്പോൾസ്റ്റർ ഇല്ലാത്ത ഇളകിയ കാറ് തന്നതും, ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യാത്ത കാറ് തന്നതും എല്ലാം കൂടെ ചേർത്ത് ഞാൻ പറയുകയാണെങ്കിൽ ആരും ആ EVM വീൽസ് എന്ന് പറയുന്ന കാളയെ പോയി റെന്റ് കാർ എടുക്കാതിരിക്കുക. ഇത്ര അൺപ്രൊഫഷണലും അൺസേഫ് ആയിട്ടും ഉള്ള കാറ് തന്ന ആളുകളെ എനിക്ക് ഇവിടെ നിന്നുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല. ലീഗലായിട്ട് സൂട്ട് ഫയൽ ചെയ്യാൻ പോലും പറ്റില്ല. ഇതിനെ നാട്ടില് ഞാൻ ഫോളോ അപ്പ് ചെയ്യാൻ നോക്കിയിട്ട് അവരാരും റെസ്പോൺസും ഇല്ല. എന്റെ കുറെ പൈസ പോയി, എന്റെ കൊച്ചിന്റെ തലയിലോട്ട് സാധനം വീണു. ശരിക്കും പറഞ്ഞാൽ കൊച്ചിന്റെ തലയിലോട്ട് സാധനം വീണിട്ട് എനിക്ക് അതിനെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു എന്റെ കാർ അന്നെ. അപ്പം ഇതാണ് പറയണേ, നമ്മുടെ നാട്ടിലെ ഒരു പ്രസ്ഥാനവും നേരെ പോവില്ല. അങ്ങനെ ഇരിക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു വലിയ ഇമെയിൽ വന്നു. ഞാൻ നാട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ മനു എന്ന് പറയുന്ന എന്റെ ചേട്ടന്റെ പരിചയത്തിന്റെ പുറത്താണ് ഡിസ്കൗണ്ട് ചെയ്ത് ഇത്രയും ഈ വണ്ടിയൊക്കെ തന്നത്. അതുകൊണ്ട് നിങ്ങൾ ആക്സിഡന്റ് ആക്കിയതിന്റെ പൈസ ഞങ്ങളാണ് റിപ്പയർ ചെയ്തത്, ഇത്ര രൂപയായി അതിനൊക്കെ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു സേവ് ഇല്ലാത്തന്നൊക്കെ വലിയ ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യും. എനിക്ക് ആരുടെയും കെയർ ഓഫിൽ ഒരു ഹെൽപ്പും വേണ്ട, ഒന്നും വേണ്ട. എന്റെ ചേട്ടന്റെ പരിചയത്തിൽ വന്നു എന്നുള്ളതുകൊണ്ട് ചിലപ്പം മനു സഹിക്കുമായിരിക്കും, എനിക്ക് സഹിക്കേണ്ട ആവശ്യമില്ല എന്നെ കൃത്യമായിട്ട് അവരോട് പറഞ്ഞു. എന്നിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് വരെയും എനിക്കൊരു റെസ്പോൺസും ഇല്ല അവരുടെ കയ്യിൽ നിന്ന്. ദൈവാധീനം കൊണ്ട് എന്റെ കൊച്ചിനൊന്നും പറ്റിയിട്ടില്ല, അവൻ ഹെൽത്തിയാണ്, ഹാപ്പിയാണ്, സേഫാണ്. പിന്നെ ഇത്ര അൺസേഫ് ആയിട്ടുള്ള വണ്ടി എങ്ങനെ ഞാൻ ആ ഒരു മാസം കൊണ്ടുവരണമെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ അത് റിട്ടേൺ ചെയ്തത്. എന്നിട്ട് അതിന്റെ സാമ്പത്തിക നടപടികൾ പോലും ഇതുവരെ ആയിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അവര്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു, EVM വീൽസ് കളമശ്ശേരി ഇറ്റ്സ് എ വെരി അൺപ്രൊഫഷണൽ അൺഎത്തിക്കൽ കമ്പനി. അതിനെ കഴിവതും ആൾക്കാര് അവരെ അവോയ്ഡ് ചെയ്യുക. ഇതെന്റെ എക്സ്പീരിയൻസ് ആണ്. ഇതിന് ആസ്പദമായ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോന്റെ കമന്റ്സിലിടാം, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നിർഭാഗ്യവശാൽ എന്റെ ഫോണൊന്ന് അപ്ഡേറ്റ് ചെയ്തപ്പോൾ വാട്സാപ്പിലുണ്ടായിരുന്ന ചാറ്റും കാര്യങ്ങളൊക്കെ പോയി. കാരണം ഇവരുടെ നമ്പറൊന്നും ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്, ബൈ.